കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1 രാമായണ മാസ ആരംഭം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ആപദാമപഹർത്താരം ദാരാരം സർവസമ്പദാം ആപദാമപഹർത്താരം ദാരാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആനന്ദഭൈരവി രാഗത്തിലുള്ള സ്വരജതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പല്ലവിയും അനുപല്ലവിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരോഹണം അവരോഹണം പാടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി അത് ചൊല്ലി നോക്കാം. സഗരിഗമ പദവസം സനിദപമഗരിസ. ഷഡ്ജം സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം. അതിൻ്റെ പുറമെ കാകല നിഷാദം, ശുദ്ധ ദൈവതം, അന്തരഗാന്ധാരം അന്യസ്വരമായിട്ട് വരും. ഭാഷാംഗ രാഗം. ഇത് 22ാമത് മേളകർത്താരാഗമായ ഹരഹരപ്രിയയുടെ ജന്യം ആയിട്ടാണ് പറയുന്നത്. ചില പുസ്തകത്തിൽ അത് 20ാമത്തെ മേളകർത്താരാഗമായ നടഭൈരവിയുടെ ജന്യമായിട്ടും കാണാം. അന്യസ്വര പ്രയോഗം വരുന്നത് ശുദ്ധദൈവതാണ്. അധികം പ്രയോഗങ്ങൾ വരുന്നത് ചതുശ്രുതി ദൈവതത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹരഹരപ്രിയ ജന്യമായിട്ട് പറയണമെന്ന് മാത്രം. ശുദ്ധദൈവതം അപൂർവമായിട്ടേ വരുന്നുള്ളൂ. നടഭൈരവി ജന്യം എന്ന് പറയണമെന്ന് വെച്ചാൽ ശുദ്ധദൈവതത്തിൻ്റെ പ്രയോഗം ധാരാളം വരണം. അത് വിരളമായിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹരഹരപ്രിയ ജന്യമായിട്ട് പറയണത്. പുസ്തകത്തിൽ, പണ്ടത്തെ പുസ്തകത്തിലൊക്കെ നടഭൈരവി ജന്യമായിട്ടാണത് കാണുന്നത്. രണ്ട് കള ചൗക്കായിട്ടാണ് പിടിക്കുക. ആദ്യ താളം പമഗരിഗ മഗരി സനി സരി സഗരി ഗമ പദമ പമഗരി ഗമര വേയമോ മഗുവ വിനവുതക നേടുവക കുലുകതോടു പൊന്നി. ഇതാണ് അതിൻ്റെ പല്ലവി. ഇതിൻ്റെ പല്ലവി നോക്കാം. പാമ സാനി സാ മഗരി സനി സബ സനി ദ പമ ഗമ പമ ഗരി ഗമ. ഇതിൻ്റെ സാഹിത്യം നോക്കാം. വേഗമു ഗജ
na vibuga nugani va duvaladani neyamada vinu manira mo maguwa vindavutaka netukonu karuna neduvaga kulugadonu കൊന്നി. ഇതാണ് അതിൻ്റെ അനുപല്ലവി. അതിന് തന്നെ സാഹിത്യം പല പുസ്തകങ്ങളിലും പല തരത്തിലാണ് കാണുന്നത്. നമ്മൾ പഠിച്ചൊരു രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം. ഇതിലിപ്പോൾ വേഗമു ഗജനി നാം വിഭുഗനുഗനി ഈവാം ദുവലദനി നേം ഈ മാട വേണു മണി. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. അത് ഓരോ പാഠങ്ങൾ ഓരോരുത്തർ പഠിപ്പിക്കുമ്പോൾ ചെറിയ സാഹിത്യ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു തെലുങ്ക് സാഹിത്യമാണെന്നാണ് തോന്നുന്നത്. അപ്പം അത് ഈ വാ അവിടെയൊക്കെ നീ വാ എന്നൊക്കെയാണ് എനിക്ക് പഠിപ്പിച്ചത്. കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഒക്കെ അങ്ങനെ പഠിപ്പിച്ചത്. ഈ മാട വിനോമനി, അതാണ് അതിൻ്റെ അനുപല്ലവി. അപ്പോൾ സാഹിത്യത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചെല്ലാം. വേഗമുഗജനി നാം വിഭുഗനുഗനി ഈവാം ദുവലദനി മാട വീണു മണിറാം ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും പല്ലവി എടുത്തു ചെല്ലണം. അടുത്ത സ്വരങ്ങളൊന്ന് നോക്കാം. ചരണം, ഒന്നാമത്തെ സ്വരം. പാപ ധാപ മഗ മാമ പാമഗരി ഗ മഗരി സനി സഗരി സമഗരി സനി സഗരി സ പാമഗരി നി സഗരി മഗ പമ പാധ പ മഗ മാം. ഒന്നുകൂടി പാടാം. പാപ ധാപ മഗ മാമ പമഗരി ഗ മഗരി സനി സഗരി സമഗരി സനി സഗരി സ പാമഗരി നി സഗരി മഗ പമ പാധ പ മഗ മാം. ഓരോന്നും എവിടേക്കാണ് വരണതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പാപ ധാപ മഗ മാമ പമഗരി
ga ga magari sani sagari samagari sani sagari sa pamagari ni sagari maga pama pada papa maga mam. അത് ഓരോ സ്ഥലത്ത് എവിടേക്കാണ് വരുന്നത്. ആ ഗരി എന്നൊക്കെ ഉണ്ടോ, ഗരി. ആ ഈ വിരലിൻ്റെ എൻ്റെ നിന്നാണ് വരുന്നത്. ഗരി മഗ പമ്മ പധ പ മഗ മാം. അതിൻ്റെ സാഹിത്യം Amani bagale mo cheluna ke mo kana mugato chinalu marache nadane manukoni yadani gamanam bunam dune mito ചകനുനുൾഡിഗദം. നോടി പാടാം. ആമാനി ബഗലേ മോ ചെലുവുനകേ മോ കനമുകതോ ചിന്നനു മരജെ നടനേ മനുകൊനി യദനി ഗമനം ബുനൽ ദുനെ മിതോ ചകനുനുൾഡിഗദം. അത് ഓരോ സ്ഥലത്തും ആ സാഹിത്യങ്ങൾ എവിടേക്കാണ് വരണം, ആ സ്വരത്തിൻ്റെ അതേപോലെ വരണം. ആമ പാപ നി വഗ തപ മഗ ലേമോ ചെലു നവമഗരി കേമോ കനമുഖത്തോ മഗരി സനി ചിന്നനു മരജെ നടനെ ഗരി സമഗരി സനി മനുകൊനി യദനി ഗമനം ഗരി സ പമഗരി നിസ ബുനൽ ഗരി ബുനൽ ദുനെ മിതോ ചകനുനുൾഡിഗദം. ചൊല്ലാം. ആമാനി ബഗലേ മോ ചെലുവുനകേ മോ ഘനമുഖതോ ചിന്നനു മരജെ നടനേ മനുകൊനി യദനി ഗമനം ബുനൽ ദുനെ മിതോ ചകനുനുൾഡിഗദരാ വേയമോ മഗുവ വീണവുതകവാ കരുണ നേടുവക കുലുകതോടു കൊനി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒന്നുകൂടി പാടാം. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം പറയുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.